നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മൾ പുതുതായി തുടങ്ങിയിരിക്കുന്ന ഇൻസ്റ്റഗ്രാമിലേക്കും നമ്മുടെ പുതിയ ടറോട്ട് ലവ് എനർജീസിന്റെ വാട്സപ്പ് ചാനലിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു. രണ്ടിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ദയവായി ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഈ വ്യക്തിയെ വളരെയധികം അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഇനി നീ എന്നെ സ്നേഹിക്കുകയില്ലേ? ഇതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിൽ നല്ല രീതിയിൽ ധ്യാനിച്ചുകൊണ്ട് പോസിറ്റീവായി വിചാരിച്ചുകൊണ്ട് ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായിട്ട് ശ്രമിക്കുക. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തി വളരെയധികം സ്നേഹപൂർണമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പ് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് എന്ന് പറയുമ്പോൾ ആദ്യമൊക്കെയും നിങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള പ്രാധാന്യം നൽകാതെയും നിങ്ങളുടെ സ്നേഹത്തിന് വില കൽപ്പിക്കാതെയും മറ്റു പലവരുടെ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറുകയാണ് ഈ വ്യക്തി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നുഴഞ്ഞു കയറുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് അനാവശ്യമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ബന്ധമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്തരം അവസ്ഥയിലേക്കും അല്ലെങ്കിൽ നിങ്ങൾ യാതൊരു കാരണവശാലും മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരു തരത്തിലുള്ള ബന്ധങ്ങളിലേക്കൊക്കെ ഈ വ്യക്തി പോയതായിട്ടും നിങ്ങൾക്കിടയിൽ, അതായത് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തിൽ അനാവശ്യമായിട്ടുള്ള വ്യക്തികളെ കയറ്റുകയുമാണ് ഈ വ്യക്തി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മണ്ടത്തരങ്ങൾ കൊണ്ടും ബുദ്ധിമോശങ്ങൾ കൊണ്ടും ഈ വ്യക്തി പല കാര്യങ്ങളും ചെയ്തു കൂട്ടിയതായി കാണിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തിക്ക് മാനസികപരമായിട്ടും ചിന്തകളിലാണെങ്കിലും വളരെയധികം പക്വത വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്വതകൾ വരിക എന്ന് പറയുന്നത് അത് ഒറ്റ ദിവസം കൊണ്ട് വരുന്നതല്ല. തീർച്ചയായിട്ടും കുറച്ച് മാസങ്ങളും വർഷങ്ങളും എടുത്തിട്ട് ഈ വ്യക്തിയുടെ ചിന്തകൾ അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകളും ഈ പ്രണയബന്ധത്തെ കുറിച്ചിട്ടുള്ള ചിന്തകളും ഒരുപാടായപ്പോൾ ഈ വ്യക്തിക്ക് മനസ്സിൽ വന്നിട്ടുള്ള ചില വെളിപാടുകൾ തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ വ്യക്തി ആരുടെയൊക്കെയോ സമ്മതത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. അതായത് നിങ്ങളുടെ അടുത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ വരാൻ സാധിക്കുകയില്ല. അതിന് വേണ്ടിയിട്ട് മറ്റാരുടെയൊക്കെയോ അനുവാദത്തിന് വേണ്ടിയിട്ട് ഈ വ്യക്തി നോക്കി നിൽക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മറ്റുള്ളവരുടെയോ അല്ലെങ്കിൽ ആരുടെയൊക്കെയോ ഒരു അനുവാദം ലഭിച്ചാൽ മാത്രമാണ് ഈ വ്യക്തിക്ക് നിങ്ങളിലേക്ക് പരിപൂർണമായിട്ടും വരുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നമുക്ക് പല സ്ത്രീകളുടെയും ഊർജം നമുക്ക് കാണാൻ കഴിയുന്നു. പക്ഷേ ഇപ്പോൾ ഈ വ്യക്തിയെ ഏറെ കൂടുതൽ ആകർഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്നത് നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഈ ഒരു മാറ്റം തന്നെയാണ്. ഇത്രയും കാലം ആരായിരുന്നോ റണ്ണർ, ആരായിരുന്നോ ചേസർ, അത് നേരെ തിരിഞ്ഞ് സംഭവിക്കുന്നു. നിങ്ങൾ ഈ വ്യക്തിയുടെ പുറകെയാണ് നടന്നിരുന്നതെങ്കിൽ, അപേക്ഷിച്ചിരുന്നതെങ്കിൽ, ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളെ നോക്കി നിൽക്കുന്ന സാഹചര്യമാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് തികച്ചും യാദൃശികമാണ് എന്നൊരിക്കലും പറയാനാകില്ല. വളരെയധികം അസ്വസ്ഥതകളും അല്ലെങ്കിൽ ദുഃഖങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ദിശ മാറ്റിപ്പിടിച്ചതാണ്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തതിനോടാണ് 100% നമുക്ക് എല്ലാവർക്കും യോജിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ഈ വ്യക്തി നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളോ അല്ലെങ്കിൽ മണ്ടത്തരങ്ങളോ അതൊന്നും ഈ വ്യക്തി സ്വന്തമായിട്ട് വിലയിരുത്താനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനോ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. എവിടെയാണോ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കുന്നത് അവിടെയാണ് ഓരോ മനുഷ്യന്റെയും വിജയം കാത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം ഒരു അവസ്ഥയിലേക്ക് ഈ വ്യക്തി എത്തിച്ചേരുന്നില്ല എന്നുള്ളതാണ്. അവിടെ ആ ഒരു സന്ദർഭത്തിലേക്ക് വരുമ്പോൾ ഈ വ്യക്തിയുടെ അഹങ്കാരം അല്ലെങ്കിൽ ഈഗോ വർക്കാകുന്നതായിട്ട് നമുക്കിവിടെ കാണാം. അപ്പോൾ അതെന്തുകൊണ്ടും ഈ വ്യക്തി പരിപൂർണമായിട്ടും തുടച്ചു നീക്കിയാൽ മാത്രമാണ് നിങ്ങളുമായിട്ട് പുതിയൊരു തുടക്കത്തിന് സാധ്യമാവുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ നിങ്ങളിലേക്ക് പല സമയങ്ങളിലും വളരെയധികം ഓടി വളരെയധികം പോസിറ്റീവ് വൈബ്രേഷനോട് കൂടി തിടുക്കപ്പെട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എപ്പോഴൊക്കെയോ എവിടെയൊക്കെയോ വെച്ചിട്ട് ഈ വ്യക്തിയുടെ മനസ്സ് ഒന്നും കൂടെ വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ചില സമയങ്ങളിൽ ഈ വ്യക്തി കരയുന്നതായിട്ടും ഒറ്റയ്ക്കിരുന്ന് പശ്ചാത്തപിക്കുന്നതായിട്ടും നിങ്ങളുമായിട്ട് ഈ പിരിയേണ്ടി വന്നതിനെ കുറിച്ച് പഴിക്കുന്നതായിട്ടും കാണിക്കുന്നു. പക്ഷെ എങ്കിൽ പോലും സ്വന്തം തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് അംഗീകരിക്കാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധ്യമാകുന്നില്ല. അത് തന്നെയാണ് ഒരുപക്ഷെ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെയും
ദേഷ്യം പിടിപ്പിക്കുന്നത് അല്ലെങ്കിൽ അസ്വസ്ഥതപ്പെടുത്തുന്നത്. നിങ്ങളുടെ നിലപാട് എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തി എന്നാണോ ഈ വ്യക്തിയുടെ തെറ്റുകൾ മനസ്സിലാക്കുന്നത്, തിരിച്ചറിയുന്നത്, അപ്പോൾ നിങ്ങൾ സ്വീകരിക്കും. സ്നേഹത്തോടെ 2 കൈകൾ നീട്ടി സ്വീകരിക്കും. അത്തരം മനോഭാവത്തോടു കൂടിയാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടും മനഃശക്തിയുള്ളവരുമായിട്ടാണ് നിൽക്കുന്നത്. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യുവാൻ കഴിയും. സാമ്പത്തികപരമായിട്ടാണെങ്കിലും വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും മുന്നോട്ട് ജീവിക്കാനാണെങ്കിലും എല്ലാ തലത്തിലും നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആണ് എന്നാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ വ്യക്തിയാണെങ്കിലോ ചില സമയങ്ങളിൽ മറ്റാരുടെയൊക്കെയോ സാന്നിധ്യത്തെ ആശ്രയിച്ചു പോകുന്നതായും നമുക്കിവിടെ കാണാം. അത് കേവലം ഒരു കൂട്ടുകെട്ടുകളായിരിക്കാം, അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരായിരിക്കാം. പക്ഷെ അത്തരം എനർജിയിലേക്ക് ഈ വ്യക്തി പോകുന്നത് കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിൽ താമസം വരികയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മാഹാത്മ്യം പരിപൂർണമായിട്ട് ഈ വ്യക്തി മനസ്സിലാക്കുന്നതായിട്ട് കാണിക്കുന്നില്ല. ഇനിയും അതിന് കാലതാമസം എടുക്കും എന്നാണ് കാണിക്കുന്നത്. ഇവിടെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ സംഭവിക്കേണ്ടിയിരിക്കുന്നു. അത് സംഭവിക്കാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ 2 പേരും തമ്മിൽ വളരെയധികം ഡെസ്റ്റിനിയിലുള്ള ആൾക്കാരാണ്. നിങ്ങൾ 2 പേരും വിവാഹിതരാകേണ്ടതും ഒരുമിച്ച് ജീവിക്കേണ്ടതുമായുള്ള 2 വ്യക്തികൾ തന്നെയാണ്. പക്ഷേ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വേർപിരിയൽ ഒഴിഞ്ഞിട്ട് നേരമില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് എത്രത്തോളം അകന്നു പോകാൻ ശ്രമിച്ചാലും ഏതെങ്കിലും ഒരു വഴിയിൽ ഈ വ്യക്തി നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെ നിരീക്ഷിക്കുന്നതായിട്ടും പിന്തുടരുന്നതായിട്ടും നമുക്കിവിടെ കാണാം. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി മനസ്സിൽ ഒരു ചീട്ട് കൊട്ടാരം പോലെ ഒരുപാട് ചിന്തകൾ കൂട്ടിവെച്ചിട്ട്, ഒരുപാട് ആഗ്രഹങ്ങൾ കൂട്ടിവെച്ചിട്ട് വലിയ വലിയ പദ്ധതികളൊക്കെ മനസ്സിൽ കരുതുന്നുണ്ട്. പക്ഷേ അത് പ്രാവർത്തികമാക്കി എടുക്കാനായിട്ട് ഈ വ്യക്തിയെ കൊണ്ട് പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെതായിട്ടുള്ള ഒരു മനസ്സിന്റെ ഭാഗത്തിലേക്ക് ഈ വ്യക്തി വന്ന് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനകൾ കൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഈ വ്യക്തി അധികം മോശക്കേടുകളിലേക്കൊന്നും പോകാതെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ അത്തരം മോശത്തിലേക്ക് പോകാതെ അത്യാവശ്യം ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നിലപാടിൽ ഈ വ്യക്തി നിൽക്കുന്നത്. എന്തു തന്നെയായാലും ഈ വ്യക്തിയുടെ ചുറ്റിനുമുള്ള സാഹചര്യങ്ങൾ അത്ര നല്ലതല്ല എന്നത് കാണിക്കുന്നു. ഒരുപക്ഷെ ഈ വ്യക്തി വളരെയധികം ആർഭാടത്തോടു കൂടി എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിച്ചു വരുന്ന ഒരു വ്യക്തിയാകാം. നിങ്ങളാണെങ്കിലോ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും എല്ലാ ഭാഗങ്ങളും അവസ്ഥകളും അറിഞ്ഞും അത് നല്ല രീതിയിൽ തന്നെ അനുഭവിച്ചും എക്സ്പീരിയൻസ് ചെയ്തുമാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒരു വ്യക്തിയെ ഫ്രണ്ട് ആക്കുമ്പോൾ അല്ലെങ്കിൽ സൗഹൃദമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബന്ധമോ ആക്കിയെടുക്കുമ്പോൾ അതിന്റെ വരും വരായികകളെ കുറിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു തീരുമാനമുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു അറിവുണ്ട്. പക്ഷേ ഈ വ്യക്തിക്ക് അതില്ല എന്നാണ് കാണിക്കുന്നത്. ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വന്നത് പോലും വളരെയധികം ഒരു ആവേശപൂർണമായിട്ടുള്ള ഒരു മനോഭാവത്തോടു കൂടി തന്നെയാണ്. പക്ഷെ ആദ്യമുണ്ടായിരുന്ന ആ ഒരു ആവേശം പിന്നീട് അങ്ങോട്ട് ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നമുക്ക് തീർത്തും കാണാൻ കഴിയുന്നത് ഈ വ്യക്തി തന്നെ ഓരോ പ്രശ്നങ്ങൾ സ്വയമായിട്ട് ഉണ്ടാക്കി വെക്കുകയും സ്വയമായിട്ട് തലയിലെടുത്ത് വെക്കുകയും അതിനുശേഷം എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി, ഞാൻ പ്രശ്നങ്ങളിലേക്ക് പോയി, എൻ്റെ ജീവിതം വെറുതെയായി എന്ന് പറഞ്ഞ് മറ്റുള്ളവരോട് പരാതിപ്പെട്ട് നടക്കുന്ന ഒരു പക്വതയില്ലാത്ത ഒരു വ്യക്തിയെയാണ് കാണിക്കുന്നത്. പക്ഷെ ഈ വ്യക്തി കുറെ ചിന്തകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള അർത്ഥവത്തായിട്ടുള്ള അടയാളങ്ങൾ പ്രപഞ്ചശക്തി ഈ വ്യക്തിക്ക് കാണിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം സന്ദർഭങ്ങൾ അല്ലെങ്കിൽ അത്തരം അടയാളങ്ങളൊക്കെ വരുമ്പോൾ ഈ വ്യക്തി മനസ്സിരുത്തി ചിന്തിക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുമാത്രമല്ല അമ്മയുടെ എനർജി അല്ലെങ്കിൽ ഈ വ്യക്തിയായിട്ട് നല്ല രീതിയിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഏതോ ഒരു വ്യക്തി, ഒരു സ്ത്രീയുടെ ഊർജം തന്നെയാണ്, അവർ നല്ല രീതിയിൽ ഈ വ്യക്തിയെ പിടിച്ചു വെച്ചിരിക്കുന്നതായിട്ടും കാണിക്കുന്നു. ഈ വ്യക്തിക്കാണെങ്കിൽ അവരോട് നല്ല രീതിയിലുള്ള പേടിയും അല്ലെങ്കിൽ അവരോട് എതിർത്ത് പറയാനോ അല്ലെങ്കിൽ വേറൊരു തീരുമാനത്തിലേക്ക് പോകാനോ അതൊക്കെ വളരെയധികം ഭയപ്പെടുന്നതായിട്ട് നമുക്കിവിടെ കാണാം. പക്ഷേ നിങ്ങളുടെ ഈ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഈ ഒരു ജീവിതം, നിങ്ങളുടെ നിലപാട്, വ്യക്തമായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാടുകൾ കണ്ടിട്ട് പോലും ഈ വ്യക്തിക്ക് നിങ്ങളെ കാണുമ്പോൾ അതിശയം തോന്നിപ്പിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നു. എന്തു തന്നെയായാലും ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ഒന്നിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ വളരെയധികം ദൂരസ്ഥലത്തേക്ക് അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോയി മറ്റുള്ളവരിൽ നിന്നും എല്ലാം ഒഴിഞ്ഞ് വളരെ സ്വകാര്യമായിട്ടുള്ള ജീവിതത്തിലേക്ക് മാറാമെന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഈ വ്യക്തിയുടെ നിലപാടും. പക്ഷെ അതിന് സാധ്യമാവുമോ എന്നുള്ളത് അത് വഴിയെ കണ്ടറിയാം എന്നുള്ള മനോഭാവത്തിലാണ് ഈ വ്യക്തി നിൽക്കുന്നത്. കാരണം
ഇവിടെ ഇപ്പോഴും ചില തടസ്സങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്ത് തന്നെയായാലും ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ഒരു സ്നേഹത്തിന്റെ പാനപാത്രം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതൊരിക്കലും ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്നോ അല്ലെങ്കിൽ കൈകളിൽ നിന്നോ വറ്റിത്തീരില്ല എന്നുള്ളത് നമുക്ക് അത് ഉറപ്പിക്കാം. പക്ഷെ എങ്കിൽ കൂടി ഈ വ്യക്തിക്ക് എത്രത്തോളം സമയം കൊടുക്കുന്നുമോ അത്രത്തോളം ഒരു തിരിച്ചറിവിലേക്ക് ഈ വ്യക്തി ചെന്ന് എത്തിച്ചേരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും നിങ്ങളുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളോട് ചില സമയത്ത് ഈ വ്യക്തിക്ക് അസൂയ തോന്നുന്നതായിട്ടൊക്കെ കാണാം. കാരണം നിങ്ങൾ വളരെയധികം ബോൾഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾ അനാവശ്യമായിട്ട് കരയാനോ അല്ലെങ്കിൽ ഈ വ്യക്തിയോട് പൊറുക്കാനോ ഒന്നും നിങ്ങൾ തയ്യാറാകുന്നില്ല. നിങ്ങളുടെ ആ ഒരു ശക്തമായിട്ടുള്ള നിലപാടിനെ ഈ വ്യക്തി വളരെയധികം പകച്ചാണ്, ദൂരെ പേടിച്ചുകൊണ്ടാണ് മാറി നിൽക്കുന്നത്, നോക്കിക്കാണുന്നത്. അപ്പൊ അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്തു തന്നെ ആയാലും ഇതിൽ ചില മോശപ്പെട്ട അധ്യായങ്ങൾ അവസാനിക്കുന്നതോടു കൂടിയായിരിക്കും പുതിയ നല്ല നല്ല കാര്യങ്ങളുടെ തുടക്കം. അതുകൊണ്ട് ഒരു ശുഭ പ്രതീക്ഷയ്ക്കായിട്ട് അല്ലെങ്കിൽ ശുഭ ആരംഭത്തിന് വേണ്ടിയിട്ട് പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ച് കാത്തിരിക്കാം. അതങ്ങനെ തന്നെ ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വായന ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്കും അറിയാവുന്നവരിലേക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വളരെയധികം വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.